എല്ലാവർക്കും ഹായ്. ഇന്നത്തെ ക്ലാസ്സിൽ സമാന്തര നെറ്റ്വർക്കുകളിലെ ഓപ്പൺ ഷോർട്ട് സർക്യൂട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. സമാന്തര സർക്യൂട്ടുകളിലെ ഓപ്പൺ ഷോർട്ട് സർക്യൂട്ടുകളിലെ വോൾട്ടേജും കറണ്ടും അളക്കുക. സമാന്തര സർക്യൂട്ടുകൾ എല്ലാ ശാഖകളിലും ഇൻപുട്ട് വോൾട്ടേജ് ഒരേപോലെ തുടരുന്നവയാണ്. സമാന്തര സർക്യൂട്ടുകൾ എന്നാൽ ഓരോ ബ്രാഞ്ചിലും കറണ്ട് അതിൻ്റെ പ്രതിരോധ മൂല്യത്തെ ആശ്രയിച്ച് വിഭജിച്ചിരിക്കുന്നു. നമുക്ക് ഓപ്പൺ പാരലൽ സർക്യൂട്ടുകൾ ചർച്ച ചെയ്യാം. രണ്ട് റെസിസ്റ്ററുകൾ R1, R2 ഓരോന്നിനും 10 ഓംസ് എന്നിവ സമാന്തരമായി ബന്ധിപ്പിക്കട്ടെ. A1, A2 എന്നീ രണ്ട് അമ്മീറ്ററുകളെ യഥാക്രമം R1, R2 എന്നീ റെസിസ്റ്ററുകളുമായി ശ്രേണിയിൽ ബന്ധിപ്പിക്കുക. അമ്മീറ്ററുകൾ A1, A2 എന്നിവ മൂവിംഗ് കോയിൽ തരത്തിലുള്ളതും 0-നും 5 ആംപിയറിനും ഇടയിലുള്ള ശ്രേണിയും ആയിരിക്കട്ടെ. 12 വോൾട്ടുള്ള ഒരു DC വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി, ഒരു സ്വിച്ച് S, 0 മുതൽ 5 വരെ ആംപിയർ വരെയുള്ള ഒരു സാധാരണ അമ്മീറ്റർ A, സമാന്തരമായി ബന്ധിപ്പിച്ച റെസിസ്റ്ററുകൾ എല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 20 വോൾട്ട് വരെയുള്ള മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടച്ച് വോൾട്ട് മീറ്ററും അമ്മീറ്റർ റീഡിംഗും രേഖപ്പെടുത്തുക. നൽകിയിരിക്കുന്ന ടാബുലേഷൻ ഉപയോഗിച്ച് റീഡിംഗുകൾ പരിശോധിക്കുക. ഇപ്പോൾ അളന്ന മൂല്യം പരിശോധിക്കുക. 1/R is equal to 1/R1, 1/R1 plus 1/R2. 1/R is equal to 1/10 plus 1/10. R is equal to 5 ohms. ഓമിന്റെ നിയമ ഫോർമുലയിൽ പ്രതിരോധം R-ന്റെ മൂല്യം മാറ്റി സ്ഥാപിക്കുക. I is equal to V/R. I is equal to V/R is equal to 12/5 is equal to 2.5 amps. സാധാരണ അമ്മീറ്റർ A ഉപയോഗിച്ച് അളക്കുന്നു. R1, R2 എന്നിവയിലൂടെ നിലവിലെ I1, I2 പ്രവാഹങ്ങൾ യഥാക്രമം കണക്കാക്കുക. I1 is equal to 12/10 is equal to 1.2 amps. I2 is equal to 12/10 is equal to 1.2 amps. യഥാക്രമം A1, A2 എന്നിവയിൽ നിന്ന് അളക്കുന്നു. നിങ്ങൾ I1, I2 എന്നിവ ചേർക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 2.5 amps കറണ്ട് ലഭിക്കും. കണക്കാക്കിയ മൂല്യങ്ങൾ അളന്ന മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുക. ബ്രാഞ്ച് 2-ൽ റെസിസ്റ്റർ R2 മാത്രം നീക്കം ചെയ്ത് നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ S സ്വിച്ച് അടയ്ക്കുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. വോൾട്ട് മീറ്റർ 12 വോൾട്ടുകൾക്ക് തുല്യമാണ്. ബ്രാഞ്ച് 2 തുറന്നിരിക്കുന്നതിനാൽ കറണ്ട് ഒഴുകില്ല. കൂടാതെ A2-ൽ അമ്മീറ്റർ റീഡിംഗ് ഇല്ല. അമ്മീറ്റർ A, A1 എന്നിവ മാത്രം വ്യതിചലനം കാണിക്കും. സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നതിനാൽ സർക്യൂട്ടിന്റെ മൊത്തം പ്രതിരോധം 10 ഓമായി മാറുന്നു. അതിനാൽ നമുക്ക് കറണ്ട് 1.25 ആംപ്സ് മാത്രമായി ലഭിക്കുന്നു. അതിനാൽ സമാന്തര സർക്യൂട്ടുകളിൽ ഏതെങ്കിലും ശാഖ തുറന്നിട്ടാൽ അത് മറ്റ് ശാഖകളുടെ വൈദ്യുതധാരയെ ബാധിക്കില്ല. അതുകൊണ്ടാണ് സാധാരണയായി നിങ്ങളുടെ വീട്ടിലെ എല്ലാ കണക്ഷനുകളും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. വിളക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന L1, L2, L3 എന്നീ 3 വിളക്കുകൾ 40 വാട്ട്, 240 വോൾട്ട് എന്നിവ ബന്ധിപ്പിക്കുക. സിംഗിൾ ഫേസ് AC വോൾട്ടേജ് ഉറവിടം ഉപയോഗിച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. എല്ലാ വിളക്കുകളും പ്രകാശിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സർക്യൂട്ട് ഓഫ് ചെയ്ത് L2 വിളക്കുകൾ മാത്രം നീക്കം ചെയ്യുക. അതിനാൽ ബ്രാഞ്ച് 2 തുറന്നു നിൽക്കട്ടെ. സർക്യൂട്ട് ഓണാക്കുക. L1, L3 വിളക്കുകൾ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സമാന്തര സർക്യൂട്ടിൽ ഏതെങ്കിലും ശാഖ തുറന്നു വെച്ചാൽ മറ്റു ശാഖകൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് ഇത് കാണിക്കുന്നു. സമാന്തര നെറ്റ്വർക്കുകളിൽ ഷോർട്ട് സർക്യൂട്ട് ചർച്ച ചെയ്യാം. മുന്നറിയിപ്പ്: ഷോർട്ട് പാരലൽ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നത് വളരെ ശുപാർശ ചെയ്യുന്നില്ല, കാരണം ഇത് ഉപകരണങ്ങൾക്കും മനുഷ്യർക്കും അപകടമുണ്ടാക്കുന്നു. സമാന്തര സർക്യൂട്ടുകളിലെ ഷോർട്ട് നമുക്ക് ചർച്ച ചെയ്യാം. R1, R2, R3 എന്നിവയുടെ 3 റെസിസ്റ്റർ മൂല്യങ്ങൾ യഥാക്രമം 50 ഓംസ്, 100 ഓംസ്, 150 ഓംസ് ആയിരിക്കട്ടെ. യഥാക്രമം R1, R2, R3 എന്നീ റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് A1, A2, A3 സീരീസുകളിലെ അമ്മീറ്ററുകൾ ബന്ധിപ്പിക്കുക. അമ്മീറ്റർ ശ്രേണികൾ 0 മുതൽ 200 ആംപിയർ വരെ ആയിരിക്കട്ടെ. 3 ശാഖകളും പരസ്പരം സമാന്തരമായി ബന്ധിപ്പിക്കുക. 0 മുതൽ 500 മില്ലിയാമ്പ് വരെയുള്ള ശ്രേണിയിലുള്ള ഒരു സാധാരണ അമ്മീറ്റർ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. 12 വോൾട്ട് ബാറ്ററി പോസിറ്റീവ് ടെർമിനൽ സ്വിച്ച് S വഴി കോമൺ അമ്മീറ്ററിലേക്കും സർക്യൂട്ടിന്റെ മറ്റേ അറ്റത്തേക്ക് നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിക്കുക. R1, R2, R3 എന്നിവയുടെ പൊതുവായ പോയിന്റ്. സ്വിച്ച് S-ന് ശേഷം സർക്യൂട്ടിന് സമാന്തരമായി ഒരു മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ 0 മുതൽ 30 വോൾട്ട് വരെ ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടയ്ക്കുക. അമ്മീറ്ററുകളുടെയും വോൾട്ട്മീറ്ററുകളുടെയും റീഡിംഗ് രേഖപ്പെടുത്തുക. അളന്ന മൂല്യം ഇനി പറയുന്ന രീതിയിൽ പരിശോധിക്കുക. ഓമിന്റെ നിയമം ഉപയോഗിച്ച് ഓരോ റെസിസ്റ്ററുകളുടെയും കറണ്ട് കണ്ടെത്താം.
I1 is equal to V by R1 is equal to 12/50 is equal to 0.24 ആംസ് അല്ലെങ്കിൽ 240 മില്ലി ആംസ്. I2 is equal to V by R is equal to 12/100 is equal to 0.12 ആംസ് അല്ലെങ്കിൽ 120 മില്ലി ആംസ്. I3 is equal to V by R3 is equal to 12/150 is equal to 0.08 ആംസ് അല്ലെങ്കിൽ 80 മില്ലി ആംസ്. നിലവിലുള്ള 3 റേറ്റിംഗുകളും ചേർക്കുമ്പോൾ നമുക്ക് 0.4 ആംസ് അല്ലെങ്കിൽ 440 മില്ലി ആംസ് ലഭിക്കും. നിലവിലെ മൂല്യങ്ങൾ I1, I2, I3 എന്നിവ യഥാക്രമം A1, A2, A3 എന്നിവയിൽ ഉപയോഗിച്ച് പരിശോധിക്കുക. ഇപ്പോൾ A3, R3 എന്നിവയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്രാഞ്ച് 3-ൽ ഒരു ഷോർട്ടാക്കാൻ മതിയായ നീളമുള്ള ഒരു ഹൂക്ക് അപ്പ് വയർ എടുക്കുക. ഉയർന്ന വൈദ്യുത പ്രവാഹം കാരണം ഒരു പൂർണ്ണ തോതിലുള്ള വ്യതിചലനം ഉടൻ റീഡ് ചെയ്യുന്ന ഒരു അമ്മീറ്റർ സൂചി നിങ്ങൾക്ക് കാണാൻ കഴിയും. അമ്മീറ്റർ A1, A2, A3 എന്നിവ 0 റീഡിംഗുകൾ കാണിക്കും. ഒരു വോൾട്ട്മീറ്റർ 12 വോൾട്ടിന് തുല്യമാണ്. ഈ വൈദ്യുത പ്രവാഹം R1, R2, R3 എന്നിവയിലൂടെ പ്രവഹിക്കില്ല, കാരണം കറണ്ട് എപ്പോഴും എളുപ്പവഴിയിൽ ഒഴുകും. വൈദ്യുത പ്രവാഹം പ്രതിരോധത്തിലേക്ക് ഒഴുകാത്തതിനാൽ മൊത്തം പ്രതിരോധം കുറയുകയും കറണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഹ്രസ്വവും സമാന്തരവുമായ സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ എല്ലായ്പ്പോഴും ഒരു സീരീസ് റെസിസ്റ്റൻസ് R ഉപയോഗിക്കുക. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് സമാന്തര സർക്യൂട്ടുകളിൽ ഓപ്പണിലും ഷോർട്ടിലും വോൾട്ടേജും കറണ്ടും അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.